9 വർഷക്കാലത്തെ പിണറായി ഭരണം ദുരിതഭരണമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. 9 വർഷക്കാലത്തെ പിണറായി ഭരണം ദുരിതഭരണമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ. അഴിമതിയും കെടുകാര്യതയും നിറഞ്ഞ ഇടത് സർക്കാർ ഭരണത്തിന്റെ 4ാം വാർഷികത്തിൽ പിണറായി കാലം കലികാലം എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച സമരക്കോലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗർഭിണികളെ, കുട്ടികളെ, പാലിറ്റീവ് രോഗികളെ അടക്കം വിവിധ മേഖലയിൽ പകലന്തിയോളം പണിയെടുത്ത് സമയനിശ്ചയമില്ലാതെ പണിയെടുക്കുന്നവർക്ക് അവരുടെ ഓണറേറിയം ഇപ്പോൾ കിട്ടുന്നത് 235 റുപ്യ. അത് വളരെ ചെറുതാണ്, നമുക്കൊക്കെ അറിയാം. ഒരു ദിവസം എത്ര റുപ്യ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് 700 ആക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു മാസം ഞങ്ങൾക്ക് ഡെയിലി ഈ 700 ആക്കുമ്പോൾ 21,000 ഉറുപ്പികയിലേക്ക് ഞങ്ങളുടെ ഓണറേറിയം ഉയർത്തിത്തരണമെന്ന ആവശ്യം, മിനിമം ആവശ്യം മാത്രമാണ് അവരുന്നയിച്ചത്. ആ സമരത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, പരിഹാസരൂപേണ പാവപ്പെട്ട ആശാവർക്കർമാരെ വേട്ടയാടുകയാണ്. ഈ രാജ്യത്ത് എല്ലാവരും സമരത്തിലാണ്. ട്രഷറിയിൽ പണമില്ല. ഇനി കിട്ടുന്ന പൈസ പോലും കർഷകന് കൊടുക്കേണ്ട, ലോകബാങ്ക് കൊടുക്കേണ്ട പണം പോലും മറിച്ചു ചിലവഴിച്ചത് ഇന്നലകളിൽ നിങ്ങൾ വായിച്ചതാണ്. രാജ്യത്തെ മുഴുവൻ ജീവനക്കാരടക്കം, ഗവൺമെന്റ് ജീവനക്കാരടക്കം, പാവപ്പെട്ട തൊഴിലാളികളടക്കം അവരൊക്കെ അവരുടെ കൂലിക്കായി, അവരുടെ വേതന സ്ഥിരതയ്ക്കായി, അവരുടെ ജോലിയുടെ സ്ഥിരതയ്ക്കായി സമരരംഗത്താണ്. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ജനവഞ്ചനയുടെ 9 വർഷം പിന്നിടുമ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനങ്ങളും കൊണ്ട് കേരളീയ സമൂഹത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണെന്നും ഇന്ത്യ കണ്ട വലിയ ദുരിതങ്ങളിൽ ഒന്നായ വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം സാധ്യമാക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമായി മാറി. ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായി അവതാളത്തിലായിരിക്കുകയാണ്. ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് പകരം സർക്കാരിന്റെ വാർഷിക ആഘോഷം ആഡംബരപൂർവ്വം നടത്തുന്ന തിരക്കിലാണ്. അംഗനവാടി ടീച്ചർമാർക്കും ആശാവർക്കർമാർക്കും വേതന വർധനവിനായി തലസ്ഥാനത്ത് സമരം തുടരുമ്പോഴും സർക്കാരിന്റെ വാർഷികാഘോഷം പൊടിപൊടിക്കുവാൻ ഫണ്ടുകൾ ഏറെയുണ്ട്. സാധാരണക്കാർക്ക് ദുരിതം മാത്രം നൽകുന്ന പിണറായി സർക്കാരിന് നേരെ തുടർന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ലീഗ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഗാന്ധി സ്ക്വയറിൽ പിണറായിയുടെ കോലത്തിൽ കാലിച്ചാക്ക് മൂടി പ്രതിഷേധിച്ചു. ജില്ലാ പ്രസിഡന്റ് P. സുധീറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന് ജനറൽ സെക്രട്ടറി P. A. നിഷാമുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EMA അമീൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അൻഷാദ് കുറ്റിയാനി, മുഹമ്മദ് ഷാഹിൻ ഷാ, അൻസാരി MM, സൽമാൻ ഹനീഫ്, അജാസ് പുത്തൻപുര, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MA കരീം, MSF ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഖ് റഹീം, നേതാക്കളായ P. നൌഷാദ്, KM അജിനാസ്, MMA ഷുക്കൂർ, PN ജാഫർ, PK മൂസ, PN സിയാദ്, സക്കീർ ഇളയ മക്കൽ, MA നജീബ് എന്നിവർ സംസാരിച്ചു.